അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എവിടാന്ന് വെച്ചാൽ എവിടെ വന്നിരിക്കുന്നത്? ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് അഴീക്കയിലെ ഫേമസ് ആയിട്ടുള്ള സാൻസ് ബെയിലാണ്. നമ്മൾ ചട്ടിച്ചോറ് കഴിക്കാനാണ് വന്നത്. നമ്മൾ കുറേ നാളായിട്ട് വരണമെന്ന് വിചാരിച്ചു. കുറച്ച് സാങ്കേതിക തടസ്സങ്ങളെല്ലാം കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് വരാനും കൊണ്ടുള്ള സമയം കൊണ്ട് ഞങ്ങൾ കുറച്ച് ലേറ്റായി. പിന്നെ അവിടെ വന്നിട്ടുണ്ട് ഞാൻ, ഇവൻ, പിന്നെ വേറെ രണ്ടു ഇതെന്റെ ചേട്ടനാട്ടോ. എന്തൊക്കെ ഒന്ന് പറഞ്ഞോ? പറഞ്ഞുതരാം. ഇതിനകത്ത് മീൻകറിയുണ്ട്, ഞണ്ടുണ്ട്, കക്കയുണ്ട്, പപ്പടമുണ്ട്, തൊടുകറികളെല്ലാം ഉണ്ട്. മീൻ വറുത്തത്, കണവ റോസ്റ്റ്, കൊഞ്ച് റോസ്റ്റ്, കൊഞ്ച് കറി, മീൻ കറി, ഇതൊക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ബീഫുണ്ട്, ചിക്കനും ഉണ്ട്. പിന്നെ ഞണ്ടും വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് ചോറ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? എവിടുന്ന് തുടങ്ങണമെന്ന് അറിഞ്ഞൂടെ എല്ലാം കൂടെ. ഫസ്റ്റ് ഞാൻ ചിക്കൻ തുടങ്ങുവാണ്. കുറച്ച് ചിക്കൻ എടുത്ത് ചോറിൽ തുടങ്ങാം. ചോറല്ലടാ, ചോറിന്റെ കൂടെ ചിക്കനും ബീഫും വെച്ച് എല്ലാം ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ശേഷം. കാരണം എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന് ടേസ്റ്റ് മനസ്സിലാക്കാം. ഓരോന്ന് ചിക്കൻ പൊറി, തോരൻ അടിപൊളി, കൊഞ്ച് പൊളിച്ച്. നീ കണവ ട്രൈ ചെയ്തോ? കണവ ട്രൈ, കണവ പൊളിച്ച് മൊത്തത്തിൽ എല്ലാം പൊളിച്ച്. നീ ടേസ്റ്റ് ചെയ്യാൻ വയ്യ, ഇങ്ങനെ ഓരോന്നായിട്ട് ഇൻഡിവിജ്വലായിട്ട് പറയാം. ഞാനങ്ങ് തുടങ്ങട്ടെ. തുടങ്ങിക്കഴിഞ്ഞു അതിന് മുമ്പ് എവിടുന്ന് തുടങ്ങണമെന്ന് കിട്ടുന്നില്ല. ഈ ചട്ടിച്ചോറ് കഴിക്കുന്ന ഞാനും ഫസ്റ്റ് ടൈമാണ്. ഞങ്ങളൊന്ന് തൃശ്ശൂര് പോയപ്പം അവിടെ കയറി ചട്ടിച്ചോറ് കഴിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. ഞാൻ കഴിച്ചില്ല, അമ്മ കഴിച്ചു. അപ്പൊ പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ വെച്ച് പിന്നീട് വന്ന് കഴിക്കാൻ. അപ്പോഴാണ് എന്റെ സ്കൂളിൽ പഠിക്കുന്നത്. ഇവിടെ ഉണ്ട് അവൻ, അവിടെ ഇരിപ്പുണ്ട് രണ്ടുപേര്. എന്നിട്ട് ആ പിങ്ക് കളർ കൂടെ പഠിക്കുന്നവനാ. അപ്പം അവൻ പറഞ്ഞു അവന്റെ കടയിലുണ്ടെന്ന്. അപ്പം വിചാരിച്ചാൽ ശരി അവന്റെ കടയിൽ വന്ന് കഴിക്കാൻ. ഞാനിപ്പോൾ അവന്റെ കടയിലോട്ട് വന്നേ. കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി റിവ്യൂ പറയാം. കഴിച്ചപ്പോൾ നമ്മൾ കഴിച്ച് വന്നപ്പോൾ നമ്മുടെ ചൂരച്ചാറുണ്ടായിരുന്നു. ഇപ്പം ചൂരച്ചാർ വെച്ചാൽ മീനച്ചാർ, അത് പൊളിയായിരുന്നു. അതൊരു വെറൈറ്റി ആണ്. ഞാൻ ചട്ടിച്ചോറിന്റെ കുറേ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും മീനച്ചാർ ഉള്ളത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഗൈസ്, അപ്പം നമ്മൾ ലാസ്റ്റ് ക്രാബാണ്, ഞണ്ടാണ്. ഇതെങ്ങനെ തിന്നണമെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ തിന്നു കാണിച്ചാൽ അങ്ങനെയും കഴിക്കാം. ഞാൻ വേറെ രീതിയാണ് കഴിക്കില്ല. ഞങ്ങളൊക്കെ കൂടി കുടിക്കും. അത് എങ്ങനെ ഉണ്ടോ? വയറ് നിറഞ്ഞോ? സംഭവം കൊള്ളാം. ഒരാൾക്ക് ഫുള്ളായിട്ട് കഴിക്കാൻ കുറച്ച് പാടാ. എനിക്ക് ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റില്ല. കുറച്ച് കഴിച്ച പകുതി, കുറച്ചല്ല, മുക്കാൽ ഭാഗം കഴിച്ചപ്പോൾ എന്റെ വയറ് നിറഞ്ഞു. നിനക്കാ? അത്യാവശ്യം നിറഞ്ഞു. എനിക്ക് ഫുള്ള് നിറഞ്ഞു. ഓക്കെ, പിന്നെ കടയിൽ നമുക്ക് കിട്ടിയ കോംപ്ലിമെന്ററി ടൈമാ. അപ്പം നമ്മൾ കഴിച്ചു കഴിഞ്ഞു. അത്യാവശ്യം നല്ല ഫുഡ്, മൊത്തത്തിൽ കൊള്ളാം. നല്ല ആംബിയൻസ് ഉണ്ട്. നിങ്ങൾ വരാൻ പറ്റുമോ? നിങ്ങൾ അരീക്കിലോട്ട് പോകുന്നതിന്റെ ഫ്രണ്ടിൽ തന്നെ കട കാണാം. ഒത്തിരി ബീച്ചിന് കുറച്ച് അത്ര ദൂരം പോണ്ട. ആ നമ്മുടെ അരീക്കെ പാലം ഇറങ്ങി തൊട്ടടുത്ത. അപ്പൊ നമുക്ക് കട ഒന്ന് ചുറ്റി കണ്ടാലോ? എന്തുണ്ടാക്കുക? ഞണ്ട് റോസ്റ്റ്. ഫസ്റ്റ് തൊട്ട് ഇവിടെ ആയിരുന്നു കട? അത് ഓപ്പണിങ് നമ്മൾ ഓപ്പൺ ചെയ്തു. എത്ര? 1.5 വർഷം? അല്ല, 1 വർഷം പോണത്. പണ്ടേ കടയില്ലേ? അത് ഇവിടെ തന്നെ ആയിരുന്നു? ഇവിടെ തന്നെ ആയിരുന്നു. ഇതായിരുന്നു ഇവിടെ. ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. കോവളം, എറണാകുളം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എല്ലാ 5-star ഹോട്ടലിലാണ് കടൽ കണ്ടാണ് ഇതിന്റെ ടേസ്റ്റ് ഉള്ള. ഇവിടെ മെയിനായിട്ട് സീ ഫുഡ് അല്ലേ? മെയിനായിട്ട് സീ ഫുഡ്. എല്ലാ സീ ഫുഡിന്റെ എല്ലാം സീ ഫുഡ് മാത്രം വെച്ച് ചട്ടിച്ചോറുണ്ട്. പിന്നെ ചട്ടിച്ചോറ് അല്ലാത്ത ചട്ടിച്ചോറ്, മിക്സ് ചട്ടിച്ചോറുണ്ട്. സീ ഫുഡ് അല്ലാത്ത ചട്ടിച്ചോറുണ്ട്, സീ ഫുഡ് ചട്ടിച്ചോറുണ്ട്. പിന്നെ പൊന്നാര, ചെമ്പല്ലി, അതൊക്കെ നല്ല ടേസ്റ്റുള്ള മീനാണ്. എല്ലാം കായൽ മീനാണ്.
അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കും. നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി. അപ്പൊ നമ്മുടെ അത്യാവശ്യം നൈസ് ആംബിയൻസ്. ഇവിടെ ഈ കടയുടെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ കടന്റെ അടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി കാണും, അത്യാവശ്യം നല്ല സീ ഫുഡ്സ് ആണ്. അപ്പൊ ചട്ടിച്ചോറിന് 2 തരം ഉണ്ട്. ഒന്ന് സീ ഫുഡ്സ് മാത്രമുള്ളത്, ഒന്ന് അല്ലാത്തയുള്ള. ഞാനപ്പോ സീ ഫുഡ്സ് മാത്രമുള്ളതല്ല, അല്ലാത്ത ഞാൻ പറഞ്ഞത്. അപ്പൊ സൂപ്പർ ചട്ടിച്ചോറായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് ഉണ്ട്, വേറൊന്നുമല്ല. നമ്മുടെ അഴീക്കെ പാല, ആയിരത്തെങ്ങ് പാലം ഇറങ്ങി 600 മീറ്റർ കഴിഞ്ഞത് അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ കാണുന്ന കടയാണ് ഫാൻസ് ബേ. ആ കടയിൽ നമ്മൾ ഒരു ഫുഡ് കഴിച്ചാൽ അത്യാവശ്യം കിടിക്കാച്ചി ഫുഡായിരുന്നു. അപ്പൊ നിങ്ങൾ പറ്റുന്ന ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യും. അപ്പോൾ ഇവിടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.